ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. അധ്യായം 8 പരമപദപ്രാപ്തി. ശ്ലോകം 4. ആദിഭൂതം ചേരോ ഭാവ പുരുഷശ്ചാദിദൈവതം ആധിയജ്ഞോഹമേവാത്ര ദേഹേ ദേഹഭൃതാം വര. വിവർത്തനം. ഹേ ശരീരം കൈക്കൊണ്ടവരിൽ ശ്രേഷ്ഠനായവനെ, എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന ഭൗതിക പ്രകൃതിയാണ് അതിഭൂതം അഥവാ പ്രത്യക്ഷ പ്രപഞ്ചം. സൂര്യനെയും ചന്ദ്രനെയും ദേവന്മാരെയും ഉൾക്കൊള്ളുന്ന ഭഗവാന്റെ വിശ്വരൂപം അതിദൈവമെന്നും സകല ശരീരങ്ങളുടെയും ഹൃദയത്തിൽ വാണരുളുന്ന പരമാത്മാവായ ഞാൻ അഥവാ കൃഷ്ണൻ അതിയജ്ഞനെന്നും അറിയപ്പെടുന്നു. ഭാവാർത്ഥം: ഭൗതിക പ്രകൃതി മാറിക്കൊണ്ടേയിരിക്കും. ഭൗതിക ശരീരം 6 അവസ്ഥകളിലൂടെ കടന്നുപോകുന്നു: ജനനം, വളർച്ച, സ്ഥിതി, ഉത്പാദനം, ക്ഷയം, നാശം. ഈ ഭൗതിക സ്വഭാവമാണ് അതിഭൂതമെന്ന് പറയപ്പെടുന്നത്. ഒരു പ്രത്യേക ബിന്ദുവിൽ അത് ആരംഭിക്കുകയും മറ്റൊരു പ്രത്യേക ബിന്ദുവിൽ നശിക്കുകയും ചെയ്യുന്നു. എല്ലാ ദേവന്മാരെയും അവരുടെ ഗ്രഹമണ്ഡലങ്ങളെയും ഉൾക്കൊള്ളുന്ന വിശ്വാത്മകമായ ഭഗവത് രൂപം തന്നെ അതിദൈവം. ഭൗതിക ശരീരത്തിൽ ജീവാത്മാവോടൊപ്പം കുടികൊള്ളുന്ന ഭഗവാൻ കൃഷ്ണന്റെ പൂർണ്ണ പ്രാതിനിധ്യമുള്ള പരമാത്മാവാണ്. ഹൃദയസ്ഥനായ ഈ പരമാത്മാവാണ് അതിയജ്ഞൻ. ഇവിടെ ഏവ എന്ന പ്രയോഗത്തിലൂടെ ഭഗവാൻ പരമാത്മാവ് തന്നിൽ നിന്ന് ഭിന്നനല്ലെന്ന് സ്പഷ്ടമാക്കുന്നത് ശ്രദ്ധേയമത്രേ. പരമാത്മരൂപേണ ജീവാത്മാവിനോട് സഹവസിക്കുന്ന ഈ ഭഗവാനാണ് ജീവന്റെ സർവകർമ്മങ്ങൾക്കും സാക്ഷിയും വിവിധ ബോധാവസ്ഥകൾക്ക് ഉറവിടവും. ജീവന് സ്വതന്ത്രമായ പ്രവർത്തനത്തിന് അവസരം നൽകുന്നതും ആ പ്രവൃത്തികൾക്ക് സാക്ഷിയാവുന്നതും പരമാത്മാവ് തന്നെ. വ്യത്യസ്ത രൂപങ്ങളായ ഈ ഭഗവത് പ്രവർത്തനങ്ങളെല്ലാം കൃഷ്ണാവബോധത്തോടെ ദിവ്യ സേവന നിരതനാകുന്ന ശുദ്ധഭക്തന് സുഗ്രാഹ്യങ്ങളാണ്. പരമാത്മ സ്വരൂപനായ ഭഗവാനെ സമീപിക്കാനാവാത്ത പുതുവിദ്യാർത്ഥികൾ അതിദൈവതമെന്ന് പറയപ്പെടുന്ന ബ്രഹ്മാണ്ഡ വ്യാപ്തമായ വിശ്വരൂപത്തിൽ മനസ്സുറപ്പിക്കുന്നു. അധസ്ഥ തലത്തിലെ ഗ്രഹങ്ങൾ പാദങ്ങളെയും ഉപരിഗ്രഹമണ്ഡലം ശിരസ്സും സൂര്യചന്ദ്രന്മാർ കണ്ണുകളുമായുള്ള വിരാട് പുരുഷനെന്ന വിശ്വരൂപത്തെ ധ്യാനിക്കാനാണ് ശാസ്ത്രങ്ങൾ നവ വിദ്യാർത്ഥികളോട് ഉപദേശിക്കുന്നത്. ശ്ലോകം 5. അന്ധകാലേ ച മാമേവ സ്മരൻ മുക്ത്വാ കളേവരം യപ്രയാതി സമദ്ഭാവം യാതി നാസ്ത്യത്ര സംശയഃ. വിവർത്തനം. മരണസമയത്ത് എന്നെ തന്നെ സ്മരിച്ചുകൊണ്ട് ശരീരം ത്യജിക്കുന്നവൻ എൻ്റെ ഭാവത്തെ ഉടൻ തന്നെ പ്രാപിക്കുമെന്നതിന് സംശയമില്ല. ഭാവാർത്ഥം: ഈ ശ്ലോകം കൃഷ്ണാവബോധത്തിൻ്റെ പ്രാധാന്യം ഊന്നിപ്പറയുന്നു. കൃഷ്ണാവബോധത്തോടെ ദേഹത്യാഗം ചെയ്യുന്നവൻ ഉടനെ ഭഗവാന്റെ അതീന്ദ്രിയ ഭാവം കൈക്കൊള്ളുന്നു. പരമ പാവനനാണ് ഭഗവാൻ. തന്മൂലം നിരന്തരം കൃഷ്ണാവബോധത്തോടെ ഇരിക്കുന്നവരും പരമപാവനരത്രേ. സ്മരണമെന്ന വാക്ക് സുപ്രധാനമാണിവിടെ. ഭക്തിപൂർവമായ സേവനത്തിലൂടെ കൃഷ്ണാവബോധം പുലർത്തിപ്പോരാത്ത ഒരു ജീവന് പവിത്രതയില്ലാത്തതുകൊണ്ട് കൃഷ്ണസ്മരണ സാധ്യമാവില്ല. അതുകൊണ്ട് ഒരാൾ ജീവിതത്തിൻ്റെ ആരംഭഘട്ടം മുതൽക്കേ കൃഷ്ണാവബോധം ശീലിക്കണം. നിര്യാണവേളയിൽ വിജയം വരിക്കണമെങ്കിൽ കൃഷ്ണസ്മരണ അത്യന്താപേക്ഷിതമാണു താനും. അതുകൊണ്ട് സദാ മഹാമന്ത്രം ഉരുവിട്ടുകൊണ്ടേയിരിക്കുക. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. വൃക്ഷത്തെപ്പോലെ സഹനശക്തി ഉണ്ടാവണം. തരോരിവ സഹിഷ്ണുന എന്നാണ് ശ്രീ ചൈതന്യ മഹാപ്രഭു ഉപദേശിക്കുന്നത്.
ഹരേ കൃഷ്ണ നാമം ജപിക്കുന്ന ഒരു വ്യക്തിക്ക് പല വിഘ്നങ്ങളും നേരിട്ടേക്കാം. എങ്കിലും എല്ലാം സഹിച്ചുകൊണ്ട് ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്ന നാമജപം തുടരുക തന്നെ വേണം. എന്നാൽ ജീവിതാന്ത്യത്തിൽ കൃഷ്ണാവബോധത്താലുള്ള പ്രയോജനം തികച്ചും അനുഭവപ്പെടും. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു.